യുക്രൈനിൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കി റഷ്യ. 100-ലേറെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് രാത്രി മുഴുവൻ ആക്രമണം നീണ്ടു. നിരവധി പേർ കൊല്ലപ്പെട്ടു. റഷ്യയുടെ നടപടി അപകടകരമെന്ന് നാറ്റോ. യുക്രൈന്റെ പകുതിയിലേറെ പ്രദേശത്ത് റഷ്യ ആക്രമണം നടത്തി. അധിനിവേശം തുടങ്ങിയതിനു ശേഷം റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമെന്ന് യുക്രൈൻ സൈന്യം. 7 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. വൈദ്യുതി കേന്ദ്രങ്ങൾ തകർത്തതിനെ തുടർന്ന് ഭൂരിഭാഗം പ്രദേശങ്ങളും ഇരുട്ടിലായി. ജനങ്ങൾ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് സൈന്യം നിർദ്ദേശം നൽകി. മിസൈൽ ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചു. കീവിലുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. 5 പേരെ കാണാതായി. റഷ്യ 127 മിസൈലുകളും 109 ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചതായി യുക്രൈൻ കമാൻഡർ അറിയിച്ചു. 100 മിസൈലുകളും ഡ്രോണുകളും തകർത്തതായും കമാൻഡർ മൈക്കോള ഒലഷുക് അറിയിച്ചു. ആക്രമണത്തിനിടെ റഷ്യൻ ഡ്രോൺ പോളണ്ട് അതിർത്തിയിലെത്തിയെന്ന് സൈനിക വക്താവ് അറിയിച്ചു. റഷ്യയുടെ നീക്കം അപകടകരവും നിരുത്തരവാദപരവുമാണെന്ന് നാറ്റോ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റഷ്യൻ പ്രദേശത്ത് യുക്രൈൻ നടത്തുന്ന മുന്നേറ്റങ്ങളിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.